ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വൈകുന്നേരം ചായക്കൊക്കെ നല്ല ചൂടോടുകൂടി കഴിക്കാൻ പറ്റാവുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങും ഗോതമ്പൊടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് റെഡിയാക്കി എടുക്കാവുന്ന നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ സ്നാക്സ് റെഡിയാക്കുന്നത്. അതിനായിട്ട് ഗോതമ്പ് പൊടിയുടെ ഒരു മിക്സ് ഒന്ന് റെഡിയാക്കണം. അതായത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ല, അതേപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണോ ഓയിലും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ ഓയിൽ ചേർത്ത് കൊടുത്ത് ചപ്പാത്തിയുടെ മാവൊക്കെ റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മുടെ മാവും. അതേപോലെ തന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ശരിക്കും ഇതേപോലെ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് പോലെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്ത് നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇപ്പോൾ കയ്യിലോട്ട് തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ചെറിയൊരു മസാല അല്ലെങ്കിൽ ഒരു ഫില്ലിങ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു 3 ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഒരു 2-3 തവണ വെള്ളത്തിലൊക്കെ കഴുകി അതിൻ്റെ കറയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് നല്ലോണം വേവിച്ച് ശരിക്കും ഒന്ന് ഉടച്ചെടുത്താലും മതിയാവും. ഏതാണോ ടേസ്റ്റായിട്ട് തോന്നുന്നത് അതേപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇപ്പോൾ റെഡിയാക്കാനായിട്ട് തുടങ്ങാം. മസാല ഒന്ന് റെഡിയാക്കണം. അതിനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒരു 1/2 ടീസ്പൂൺ എടുത്ത് നമ്മുടെ ചെറിയ ജീരകവും അതേപോലെ തന്നെ എരിവിന് വേണ്ടി 2 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടി തന്നെ ഒരു സവാള പൊടിയായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ഒരുപാടങ്ങ് മുരിഞ്ഞൊന്നും പോകണ്ട. ആ സവാളയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ മാത്രം മതിയാവും. അപ്പോൾ അതേപോലെ വഴന്ന് വന്നപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കാശ്മീരി റെഡ് ചില്ലിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. കൂടെ തന്നെ കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളൂ കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ കുക്കറിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് ശരിക്കും ഉടച്ച് ചേർത്താലും മതിയാവും. കണ്ടത് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 5-10 മിനിറ്റ് അത്ര മാത്രം മതി. ഇതിനകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്, അതവിടെ മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ചപ്പാത്തിയുടെ മാവ് ഒന്ന് 2ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ഓരോന്നും നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കണം. തീരെ അങ്ങ് കനം കുറച്ചല്ല പരത്തിയെടുക്കുന്നത്, എന്നിട്ട് ഒരുപാട് കനം ഉണ്ടാവാനും പാടില്ല. ഇതേപോലെ 2ആയിട്ടൊന്ന് മുറിച്ച് കുറച്ച് ഗോതമ്പ് പൊടി അതിൻ്റെ മേളിൽ വിതറിയിട്ട് ശരിക്കും നമ്മൾ ചപ്പാത്തിക്കൊക്കെ അങ്ങ് പരത്തിയെടുക്കില്ല, അതേപോലെ അങ്ങ് പരത്തിയെടുക്കാം. കണ്ടത് ഈ ഒരു കനത്തിൽ മാത്രം മതിയാവും കേട്ടോ. ഇതിപ്പോൾ ഒരുപാട് കനമില്ല, തീരെ അങ്ങ് കനം കുറഞ്ഞ് ഒരുപാടങ്ങ് നേർത്തതുമല്ല, ഇത് മതിയാവും. ഇനി എൻ്റെ മേളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് നല്ല ടേസ്റ്റിന് വേണ്ടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കയ്യിൽ മയോണൈസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റായിട്ട് ഇരിക്കും, അത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പതുക്കെ വിടർത്തിയിട്ട് കൊടുത്തിട്ട് പതുക്കെ ഇതേപോലെ ഒന്ന് ഒതുക്കി കൊടുക്കണം. ഒരുപാടങ്ങ് ഒതുക്കണ്ട, പതുക്കെ ഇതേപോലെ ഒന്ന് ഒതുക്കി കൊടുക്കുക. കണ്ടോ, നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാ ഭാഗത്തേക്കുമായിട്ട് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ ഓരോ അറ്റത്തുനിന്ന് പതുക്കെ ഇതേപോലെ അങ്ങ് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സൂക്ഷിച്ച് വേണം മടക്കിയെടുക്കാനായിട്ട്. ഇതേപോലെ അങ്ങ് റോൾ ചെയ്ത് എടുക്കാം. അപ്പോൾ അരി ഒന്നും തന്നെ വിട്ടൊന്നും പോരാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു കത്തി വെച്ച് നമുക്ക് 2 സൈഡും അങ്ങ് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതേപോലെ ഈ ഒരു വലിപ്പത്തിൽ മുഴുവൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്സിൻ്റെ വലിപ്പം എത്രത്തോളം വേണോ അതിനനുസരിച്ച് അങ്ങ് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് കനം കൂടിപ്പോയി കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല. മാത്രമല്ല ഉള്ളൊക്കെ വെന്ത് വരാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാടായിരിക്കും. ഈ ഒരു വലിപ്പത്തിൽ മാത്രം മതിയാവും. അതിനുശേഷം കയ്യിലെടുത്ത് പതുക്കെ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് അങ്ങ് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ അങ്ങ് പ്രസ് ചെയ്യുമ്പോൾ കാണാനാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയുണ്ടാവും, ശരിക്കും നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അടുത്തതും അതേപോലെ തന്നെ ഒരു പ്ലേറ്റ് നിറയെ ഇങ്ങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടു, ഇപ്പോൾ എല്ലാം കൂടി കാണാൻ തന്നെയാണെങ്കിലും നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
അപ്പോൾ ഒരു കോട്ടിങ്ങിൽ ഒന്ന് പതുക്കെ ഒന്ന് മുക്കിയിട്ട് വേണം ഓയിലിലിട്ട് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഗോതമ്പ് പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ മൈദയോ ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ ഒരു നുള്ളു കുരുമുളക് പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു ചെറിയൊരു ലൂസ് പരുവത്തിൽ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഒരുപാടങ്ങ് ലൂസും ആവരുത്, എന്നാൽ നല്ല കട്ടിക്കും ആവരുത് കേട്ടോ. കണ്ടതാ ഇതേപോലെ ഒരുപാട് കനത്തിലൊന്നും അല്ലാതെ പാകത്തിനാണ് നമുക്ക് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഓരോന്നും ഇതിനകത്ത് പതുക്കെ ഒന്ന് മുക്കിയിട്ട് നേരെ ഓയിലിലേക്കിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടതാ എണ്ണയൊക്കെ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഓരോന്നും ഈ കോട്ടിങ്ങിൽ പതുക്കെ ഒന്ന് മുക്കിയിട്ട് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സ് എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയിലാണ്. ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ മൈദയിലും ചെയ്തെടുക്കാം. മൈദയിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഗോതമ്പ് പൊടി ആകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗോതമ്പ് പൊടി മാത്രം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്യാസ് എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. കണ്ടതാ ഒരു ബാച്ച് മുഴുവൻ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു വശമൊക്കെ ഒന്ന് റെഡി ആയി കഴിയുമ്പോൾ പതുക്കെ ഒന്നെങ്കിൽ മറിച്ചിട്ടും കൂടി കൊടുക്കാം. ഇതേപോലെ 2 വശവും റെഡി ആയി കഴിയുമ്പോൾ കോരിയെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് തന്നെ 2 വശവും മുരിഞ്ഞങ്ങ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങ് മാറ്റി വെച്ചിട്ട് അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് പാടൊന്നുമില്ലാതെ വൈകുന്നേരം 4 മണിക്കൊക്കെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന സ്നാക്സാണ്. കണ്ടതാ അടിപൊളിയായിട്ട് തന്നെ 2 വശം മുരിഞ്ഞ് ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ അറിയിക്കുക. കൂടെ തന്നെ വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ കണ്ടോ നല്ല ചൂടോടുകൂടി തന്നെ സോസിൻ്റെയൊക്കെ കൂടെ കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഒരുപാടൊക്കെ തണുത്ത് പോയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് നമുക്ക് പതുക്കെ സോസിൽ മുക്കി ഒന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാവരും ചെറിയൊരു എരിവോടും അതേപോലെ തന്നെ ചൂടോടും ആ സോസിൻ്റെയൊക്കെ കൂടെ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കുക. നമുക്കിതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.